ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രിസ്മസ് ഡിവോഷന്റെ ഭാഗമാകുവാൻ ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അവസരം ഒരുക്കി തന്ന ചുമതലക്കാരോടുള്ള നന്ദിയും സ്നേഹവും ആദ്യമായി അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് ക്രിസ്മസ് ഡിവോഷന്റെ ഭാഗമായി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന തീം ഇമ്മാനുവേൽ അല്ലെങ്കിൽ ദൈവം നമ്മോടുകൂടെ എന്നതാണ്. ഞാൻ നിങ്ങളോട് ആദ്യമായി ഒരു അച്ഛനുണ്ടായ അനുഭവ കഥ പറയാം. ഒരു ക്രിസ്മസ് രാവിൽ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ എല്ലാം തകൃതിയായി നടക്കുകയായിരുന്നു. അപ്പോഴാണ് നഗരത്തിലെ ആശുപത്രിയിൽ നിന്നും സമീപ ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട മനുഷ്യൻ അച്ഛനെ വിളിച്ചത്. പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഒരു അടിയന്തര ശസ്ത്രക്രിയയുണ്ട്. ബ്ലഡ് കൊടുക്കാനായി ഒരാളെ വേണം. റയർ ഗ്രൂപ്പ് ബ്ലഡ് ആയിരുന്നു. അച്ഛൻ ഈ ആവശ്യം അച്ഛനുമായി ബന്ധമുള്ള പള്ളിയിലും സംഘടനകളിലും ഷെയർ ചെയ്തു. 1 മണിക്കൂറിനുള്ളിൽ ബ്ലഡ് കൊടുക്കുവാൻ ഒരു യുവാവ് തയ്യാറായി വന്നു. ഈ യുവാവിനെ ആശുപത്രിയിലേക്ക് അയച്ചപ്പോൾ വളരെ വൈകിയിരുന്നു. അവിടുത്തെ സുദീർഘമായ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞ് അയാൾ മടങ്ങിയെത്തിയപ്പോൾ പള്ളിയിലെ ക്രിസ്മസ് കുർബാനയും ആഘോഷവുമെല്ലാം കഴിഞ്ഞിരുന്നു. ഈ യുവാവിന് ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കാതെ പോയത് താൻ കാരണം ആണെന്നുള്ള ചിന്ത അച്ഛനെ വളരെയധികം ദുഃഖമുണ്ടാക്കി. അതിനാൽ രാവിലെ തന്നെ അച്ഛൻ അയാളെ വിളിച്ചു. എന്നാൽ അയാളുടെ മറുപടി വളരെയധികം ബോധം നൽകുന്ന ഒന്നായിരുന്നു. അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത്: താങ്ക് യു അച്ഛ, ഇന്ന് എനിക്ക് ശരിക്കും ക്രിസ്മസ് ആഘോഷിക്കാം. സാധിക്കുന്ന എല്ലാ വാതിലുകളും മുട്ടിയ ശേഷമായിരുന്നു ആ കുടുംബം അച്ഛനെ വിളിച്ചത്. റയർ ഗ്രൂപ്പ് ആയതിനാൽ അവർ വളരെയധികം ബുദ്ധിമുട്ടി. രാത്രി ഞാൻ ആശുപത്രിയിൽ എത്തിയപ്പോൾ ദൈവം അവരോടൊപ്പം എത്തിയ അനുഭവമാണ് അവർക്കുണ്ടായത്. ഇമ്മാനുവേൽ അല്ലെങ്കിൽ ദൈവം നമ്മോടുകൂടെ എന്ന അനുഭവമാണ് ക്രിസ്മസ്. ദൈവം നമ്മോടൊപ്പം എന്ന അനുഭവത്തിനായി നാം കാത്തിരിക്കുകയും തയ്യാറെടുക്കുകയും ചെയ്യുന്നു. എപ്പോഴും നമ്മൾ ദൈവം നമ്മോടുകൂടെ എന്ന അനുഭവത്തിലാകുന്നു, അപ്പോഴെല്ലാം ക്രിസ്മസ് അല്ലെങ്കിൽ ക്രിസ്തു നമ്മിൽ വന്നണയുന്നു. ഈ അനുഭവം നമ്മുടെ ചിന്തയിലും ബോധ്യത്തിലും മനോഭാവങ്ങളിലും മാറ്റം വരുത്തി നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്നു. ക്രിസ്മസ് രാവിൽ ഇമ്മാനുവേൽ അനുഭവങ്ങൾ ലഭിച്ച ആട്ടിടയന്മാർ പ്രത്യാശയും ആനന്ദവും നിറഞ്ഞ ഹൃദയത്തോടെയാണ് തിരിച്ചുപോയത്. പൊന്ന് മോര കുന്തിരിക്കം കാഴ്ചവെച്ച രാജാക്കന്മാർ ഇതേ അനുഭവത്തോടെയാണ് സ്വദേശത്തേക്ക് മടങ്ങിയത്. ആ സമാഗമനത്തിന് മുൻപുണ്ടായിരുന്നവർ ആയിരുന്നില്ല ക്രിസ്തുവിനെ കണ്ട ശേഷം അവർ. യേശുവിൻ്റെ ജനനത്തോടെ ചില ജീവിതങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളാണ്. ക്രിസ്തുവിനു വേണ്ടി തയ്യാറെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കേണ്ട മാറ്റങ്ങൾ ഇവ തന്നെയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന പോലെയുള്ള മനുഷ്യാവതാരം ഇനി ക്രിസ്തു സ്വീകരിക്കുകയില്ല. എന്നാൽ ദൈവം നമ്മോടുകൂടെ എന്ന അനുഭവം ഉള്ള ആർക്കും ദൈവരാജ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാൻ സാധിക്കും. ഇത് സാധിക്കാത്ത പക്ഷം ക്രിസ്തുമസിന് അർത്ഥവും പ്രസക്തിയും നഷ്ടപ്പെടുന്നു. തൻ്റെ ജനത്തിന് മാത്രമല്ല, ചുറ്റുമുള്ള എല്ലാവർക്കും ഈ അനുഭവം എത്തിക്കുവാനായി ക്രിസ്തു ശ്രമിച്ചു. അതായിരുന്നു യേശു ക്രിസ്തു അറിയിച്ച സുവിശേഷം. തൻ്റെ സന്ദേശത്തിലൂടെയും സാന്നിധ്യത്തിലൂടെയും അവൻ സ്ഥാപിച്ച ദൈവരാജ്യവും ഇതായിരുന്നു. അന്ധനായ മനുഷ്യന് കാഴ്ച പ്രാപിച്ചു, ലാസറിനെ ഉയർപ്പിച്ചു, ലഗ്യോൻ ബാധിച്ച മനുഷ്യനെ വിടുവിച്ചു, രക്തസ്രാവത്തിൽ വിഷമിച്ച സ്ത്രീക്ക് സൗഖ്യം നൽകി. ഇവർക്കെല്ലാം ഇമ്മാനുവേൽ എന്ന അനുഭവമാണ് അവിടെ ലഭിച്ചത് എന്ന് കാണുവാൻ സാധിക്കും. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ സ്പർശനത്താൽ ദൈവം നമ്മോടുകൂടി എന്ന അനുഭവം ലഭിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിന് യേശുവിൻ്റെ ഒരു നോട്ടം മതിയായിരുന്നു ഈ ഇമ്മാനുവേൽ അനുഭവം ലഭിപ്പാൻ. വിശുദ്ധ പൗലോസ് ഇമ്മാനുവേൽ അനുഭവത്തിലേക്ക് വന്നതും അവൻ്റെ സാമീപ്യം കൊണ്ടാണ്. നമ്മുടെ ഇടവകയും സമൂഹവും സഭയും എടുത്ത് നോക്കുകയാണെങ്കിൽ ഇമ്മാനുവേൽ അനുഭവം ഉണ്ടായ അനേകർ അതിൻ്റെ പ്രവർത്തനങ്ങളിലും വളർച്ചയിലും പങ്കാളികളായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ അനുഭവത്തിലായിരിക്കാൻ മറ്റുള്ളവർക്ക് അത് പകർന്നു നൽകുവാനുള്ള അവസരമാണ് ക്രിസ്മസ്. ഇത് ഒരു പൊതു ആഘോഷമായി മാറാതെ ക്രിസ്തു ഉള്ളിലുള്ളവരായി അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നവരായി നാം ഓരോരുത്തരും മാറണം. വ്യക്തി ജീവിതത്തിൽ ഈ അനുഭവം എങ്ങനെ നമുക്ക് സ്വന്തമാക്കാം? പ്രാർത്ഥന, ദൈവവചന പഠനം, ആരാധനയിലുള്ള പങ്കാളിത്തം, പ്രാർത്ഥനാ കൂട്ടായ്മ, മറ്റുള്ളവരെ ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന ചില തീരുമാനങ്ങൾ എടുക്കുക. നമ്മുടെ വിഭവങ്ങൾ, കഴിവുകൾ, സമയം, സമ്പത്ത്, വസ്തുവകൾ പങ്കുവയ്ക്കുക. ഇടവകയുടെയും സഭയുടെയും പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുക. എല്ലാവർക്കും ഫലസമൃദ്ധമായ ഒരു ദൈവം നമ്മോടുകൂടെ എന്ന അനുഭവത്തിൽ നിറഞ്ഞ ഒരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ